ഓം ശാന്തി. ഞാൻ പല സക്സസ്ഫുള്ളായിട്ടുള്ള ആളുകളുടെയും കഥയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവരുടെ ഡെയിലി റൂട്ടീനെ കുറിച്ച് ഞാൻ വായിച്ചു നോക്കി, പഠിച്ചു നോക്കി. പക്ഷേ എല്ലാവർക്കും കണ്ട ഏറ്റവും നമ്പർ 1 സ്പെഷ്യാലിറ്റി, അവരെല്ലാവരും തന്നെ നേരത്തെ എഴുന്നേൽക്കുന്നവരാണ്. 5 മണിക്കും 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആളുകളാണ് അവനവൻ്റെ ജീവിതത്തിൽ നല്ല സക്സസ് നേടുന്നതായിട്ടുള്ള ആളുകൾ. ഒരുപാട് സമയം ഉറങ്ങിക്കളയുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഒന്നും നേടാനായിട്ട് പറ്റാറില്ല. നേരത്തെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ സമയത്ത് ഓരോ മിനിറ്റിനും മറ്റെല്ലാ ആളുകളും ഉറങ്ങിക്കിടക്കുന്ന സമയമായിരിക്കും. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മടിയന്മാരായിട്ടുള്ള എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയമായിരിക്കും. പിന്നെ ആളുകൾ പരസ്പരം വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ളതായിട്ടുള്ള ഫോൺ വിളികൾ, സംസാരങ്ങൾ, വണ്ടികളുടെ ശബ്ദം, ഇങ്ങനെയുള്ള യാതൊരു ശബ്ദങ്ങളും ഓൾമോസ്റ്റ് വണ്ടികൾ ഓടില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ വളരെ എണ്ണം കുറച്ചേ ഉണ്ടാവുള്ളൂ. സൗണ്ട് പൊല്യൂഷൻ കുറവായിരിക്കും, അന്തരീക്ഷത്തിലെ പൊല്യൂഷൻ കുറവായിരിക്കും. സൂര്യനാണെങ്കിൽ ഉദിച്ചുയരുന്ന ആ ഒരു സൂര്യൻ്റെ നമുക്ക് കാണാനാവില്ലെങ്കിൽ പോലും 7:30 വെളുപ്പ് ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് ഉദയസൂര്യൻ്റെ ചെരിഞ്ഞുള്ള കിരണങ്ങൾ പതുക്കെ പതുക്കെ ഭൂമിയെ തഴുകി വരാൻ തുടങ്ങുന്ന സമയം, ഫുൾ പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഏർലി മോർണിംഗ് അവേഴ്സ്. മാത്രമല്ല ആ സമയത്ത് ഉണരുന്ന ആളുകളുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള പല ഹോർമോൺസും നമുക്ക് എന്തൊരു ജീവിതത്തിലെ പ്രതിസന്ധി വരുമ്പോഴും അതിനെ തരണം ചെയ്യത്തക്ക രീതിയിലുള്ളതായിരിക്കുന്ന ഉന്മേഷവും ഉത്സാഹവും നമ്മുടെ ഉള്ളിൽ നിറയ്ക്കത്തക്ക രീതിയിലുള്ളതായിരിക്കുന്ന പല ഹോർമോൺസും ഉണ്ടാകുന്നതായിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ആ നേരത്ത് ഏറ്റവും പ്രൊഡക്റ്റീവായിരിക്കുന്ന സമയമാണ്, അഥവാ ദ ഗോൾഡൻ മൊമെൻറ്റ്സ് ഇൻ എ ഡേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് രാവിലെ നേരത്തെ ഉണർന്നുകൊണ്ട് വായിക്കാനും പഠിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനും അവനവൻ്റെ പേഴ്സണലായിരിക്കുന്ന ഉന്നതിക്ക് വേണ്ടിയതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവർക്ക് അവർക്ക് ഇച്ഛിക്കുന്ന രീതിയിൽ സ്വന്തം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായൊക്കെ സാധിക്കുക തന്നെ ചെയ്യും. അത് പറയുമ്പോൾ പലർക്കും വിഷമം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഉറങ്ങാൻ എനിക്ക് പറ്റില്ല, ഉറക്കം വരുമ്പോൾ തന്നെ 12 മണിയൊക്കെ ആയി പോവും, പിന്നെ ഞാൻ എങ്ങനെയാണ് നേരത്തെ ഉണരുക എന്നാണ് പലരും ചോദിക്കുക. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പല ടെക്നിക്കും നമുക്ക് യൂസ് ചെയ്യാം നേരത്തെ ഉറങ്ങാൻ വേണ്ടി. ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ മനസ്സിനോട് ഞാൻ തന്നെ പറയുകയാണ്, എനിക്ക് കിടന്നാൽ ഉറക്കം വരില്ല എന്ന്. ഞാൻ കണ്ട ഒരുപാട് പേരുടെ അവസ്ഥ ഞാൻ ഇതുപോലെ കൗൺസിൽ ചെയ്യുമ്പോൾ ഒക്കെ കണ്ടിട്ടുള്ളത്, രാത്രി 12 മണിക്ക് ആയിട്ട് കിടന്നിട്ട് ഉറക്കം വരാത്ത ആളുകൾ ഒരു 11 മണി ആകുമ്പോഴൊക്കെ കിടക്കാൻ പോകുന്നു തന്നെയുള്ളൂ. ഒരു 10 മണിക്ക് മുന്നേ ആഹാരം കഴിഞ്ഞ് 2 മണിക്കൂറായി എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് കഴിയുമെങ്കിൽ തീരെ ഉറക്കം വരാത്തവർക്ക് അവർ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ സ്വയം നമ്മുടെ സ്വരൂപത്തിന് പ്രകാശ സ്വരൂപത്തിൽ കണ്ട് ആ പരമാത്മ പ്രകാശ സ്വരൂപത്തെ കണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ആ എനർജി റിസീവ് ചെയ്ത് ആ ശാന്ത സ്വരൂപാത്മാവാണ് ഞാൻ, ശാന്ത സ്വരൂപാത്മാവാണ് ഞാൻ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ലൈറ്റ് ബ്ലൂ റേസ് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ നിറഞ്ഞ് ഫ്രീ ആയിട്ട് ഇങ്ങനെ റിലാക്സ്ഡ് ആയി കിടന്നാൽ ഒട്ടും ഉറക്കം വരുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ പോലും ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഉറങ്ങിപ്പോയി എന്ന് പറയുന്ന അനുഭവം എനിക്ക് പലതും ഉണ്ട്. അതുകൊണ്ട് നേരത്തെ കിടന്നിട്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല എങ്കിൽ ഒന്നാമത്തെ കാര്യം, മൊബൈൽ നോക്കിക്കൊണ്ട് വീഡിയോ കണ്ടുകൊണ്ട് ഉറങ്ങരുത്. അത് നിങ്ങളുടെ ഉറക്കം ഇല്ലാതാക്കുകയുള്ളൂ. എത്ര ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ പോലും, കണ്ണുകളിൽ ഉറക്കം തൂങ്ങി തുടങ്ങിയ അവസ്ഥയിൽ പോലും മൊബൈൽ നോക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഉറക്കം എവിടെ, ക്ഷീണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഉറക്കം എവിടെയാണ് പോയെന്ന് അറിയില്ല. അതുകൊണ്ട് മൊബൈലിനെ മാറ്റിവെച്ച് മറ്റെന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ഈശ്വരനൊരു കത്തെഴുതി മനസ്സിൻ്റെ ഭാരമില്ലാതാക്കി ഫ്രഷായിരിക്കുന്ന വസ്ത്രങ്ങളോടെ ശരീരത്തിനും ബ്രെയിനിനും മെസ്സേജ് കൊടുക്കാൻ ഞാൻ ഉറങ്ങാൻ തയ്യാറായിരിക്കുന്നു എന്നിട്ട് കിടന്നുകൊണ്ട് ഈ ഒരു അഭ്യാസം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 12 മണിയായിട്ടും ഉറക്കം വരാത്ത ആൾ 10 മണിക്കും സ്വസ്ഥമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കും. പണ്ടത്തെ കാലത്തെ ശീലം തന്നെ അതായിരുന്നു, നേരത്തെ ഉറങ്ങുക നേരത്തെ ഉണരുക എന്ന്. പക്ഷേ കാലം മാറിപ്പോയപ്പോൾ വൈകി ഉറങ്ങുന്നതും വൈകി ഉണരുന്നതും മനുഷ്യന്മാർക്ക് സ്റ്റൈലായിപ്പോയി, സ്റ്റാൻഡേർഡായിപ്പോയി. ഇത് സ്റ്റാൻഡേർഡ് അല്ല, വാസ്തവത്തിൽ അത് നമ്മുടെ സ്റ്റാൻഡേർഡ് കുറയ്ക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ മനഃശക്തിയെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ ഉറങ്ങാനും നേരത്തെ ഉണരാനും നമ്മൾ പഠിക്കണം. 5 മണിക്ക് എഴുന്നേറ്റ ശേഷം എന്ത് ഞാൻ ചെയ്യണം എന്നാണ് പല ആളുകളും എന്നോട് ചോദിക്കാറ്. ആ സമയം മെഡിറ്റേറ്റ് ചെയ്യാൻ, നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ലെസൺസ് പഠിക്കാൻ, മനനം ചെയ്യാൻ, അതിന് ഏതെങ്കിലും പേപ്പറിൽ എഴുതാൻ, നമ്മുടെ ലൈഫിൽ വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ, അന്നത്തെ ദിവസത്തിൻ്റെ പ്ലാൻ ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് അതിനെ ചാർട്ട് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ആ ടൈം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു മിനിറ്റ്
രാവിലെ എൻ്റെ അനുഭവം ഇത്ര വർഷങ്ങളായി നേരത്തെ എഴുന്നേൽക്കുമ്പോൾ ഏർലി മോർണിംഗ് അവേഴ്സിലെ സമയം എന്ന് പറയുന്നത് നമ്മൾ എഴുന്നേറ്റ് ഒന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത്ര സമയം പോയോ എന്ന് തോന്നിപ്പോവും. വളരെ ഫാസ്റ്റായി പോകും പോലെ തോന്നും. കാരണം അത് ഹൈലി എനർജറ്റിക് ആയിരിക്കുന്ന മൊമെൻറ്റ്സാണ്. അതുകൊണ്ട് ആ മൊമെൻറ്റ്സിന് ഉപയോഗിക്കാൻ പഠിച്ചാൽ നമുക്ക് ഏറ്റവും നല്ല സമയത്ത്, ഏറ്റവും പ്രൊഡക്റ്റീവായ സമയത്ത് ഏത് ഇൻഫോർമേഷൻ നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും, അത് കുട്ടികളുടെ പഠനമാണെങ്കിലും ബിസിനസ് മാൻമാരുടെ പ്ലാനിങ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം നമ്മുടെ മനസ്സിന് വളരെ വേഗത്തിൽ റിസീവ് ചെയ്യാനും അതനുസരിച്ച് നമ്മുടെ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള എനർജി പോലും കൊടുക്കാനും സാധിക്കും. രോഗികൾക്ക് രോഗത്തെ ഹീൽ ചെയ്യാൻ പോലും നല്ലതാണ് ആ സമയത്ത് ഹീലിംഗ് മെഡിറ്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നേരത്തെ ഉണരാൻ വേണ്ടി ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നേരത്തെ എഴുന്നേൽക്കാനുള്ള 4 വഴികളെന്ന്. കഴിയുമെങ്കിൽ അത് കണ്ടു നോക്കൂ. പിന്നെ 1-2 കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, അലാം വെച്ചിട്ട് എഴുന്നേൽക്കുന്നവർ ഒരിക്കലും അലാം നമ്മുടെ കയ്യെത്തുന്ന രീതിയിൽ വെക്കരുത്, ദൂരെ കൊണ്ട് വെച്ചേക്കുക, ഫുൾ വോള്യത്തിൽ വെക്കുക. അപ്പോൾ നിർബന്ധമായിട്ട് എഴുന്നേറ്റ് അത് ഓഫ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ തന്നെത്താൻ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോകും. പിന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ പരസ്പരം ഒരാൾ ഉണർന്ന് മറ്റൊരാളെ ഉണർത്തുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടിയിട്ടാണ് എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ, എനിക്ക് ഏറ്റവും വണ്ടർഫുള്ളായിട്ട് തോന്നായിട്ടുള്ള ഫാക്ടർ, എൻ്റെ ലൈഫിൽ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലെല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത്, ഒന്നിച്ച് നാമം ജപിക്കുമ്പോൾ, ഒന്നിച്ച് ദീപാരാധന നടത്തുമ്പോൾ, അച്ഛനും മക്കളും ഒന്നിച്ച് ഈശ്വരന് നിവേദിച്ച ശേഷം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ എത്ര വണ്ടർഫുള്ളായിട്ടുള്ള ബാല്യമായിരുന്നു ഞാൻ ഓർക്കാറുണ്ട്. അതുകൊണ്ട് വീട്ടിലെ എല്ലാവരും കൂടി ഒന്നിച്ച്, നിങ്ങൾക്ക് അതൊന്നും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ലീഡ് ചെയ്യാം. പക്ഷേ രാവിലെ അച്ഛനും അമ്മയും മക്കളും കൂടിയിട്ട് രാവിലെ എഴുന്നേറ്റ് അരമണിക്കൂർ ഒന്നിച്ച് പാട്ടിട്ട് ഡാൻസ് കളിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എക്സസൈസുമായി പ്ലസ് ഹാപ്പിനെസ്സുമായി. അങ്ങനെയൊക്കെ ഒരു വീടിൻ്റെ ഉള്ളിൽ അരമണിക്കൂർ സമയം നിങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഡാൻസ് കളിക്കുക, വ്യായാമം ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു ടീമായിട്ടൊരു ഫാമിലി എന്ന് പറയുന്നത് തന്നെയാണല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ടീം എന്ന് പറയുന്നത്. ആ ടീമിലെ ക്യാപ്റ്റൻ അച്ഛനും അമ്മ അവിടുത്തെ വൈസ് ക്യാപ്റ്റനും മക്കളൊക്കെ ആ ടീം മെമ്പേഴ്സും ആയിക്കൊണ്ട് ഒന്നിച്ച് ഡാൻസോ അല്ലെങ്കിൽ എക്സസൈസോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ യോഗയോ യോഗാസനങ്ങളോ ഒന്നിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഒരാൾ മറ്റൊരാൾക്ക് പ്രേരണയാവും, ഒരാൾ ഉണർന്നാൽ മറ്റൊരാളെ ഉണർത്തും. പരസ്പരം ഒന്നിച്ച് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ, ഷെയറിങ് നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര ഉത്സാഹദായകമാക്കി മാറ്റാൻ പറ്റുന്നൊരു നമ്മുടെ ദിവസം, നമ്മുടെ ഫാമിലിക്ക് ഒന്ന് ചെറുതായിട്ടുള്ള ടൈം, അതും മോസ്റ്റ് വാല്യബിൾ ആയിട്ടുള്ള ടൈമിൽ ഏറ്റവും പ്രൊഡക്റ്റീവായ സമയത്ത് നമുക്ക് നമ്മുടെ ഫാമിലിക്കൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ അതും നിങ്ങൾക്ക് വളരെ സഹായകമായിട്ട് മാറും. അതുകൊണ്ട് നേരത്തെ ഉണർന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളെ തീർച്ചയായും നിങ്ങൾ നേടിയെടുക്കണം. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.